വയനാട്ടിൽ നാളെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കില്ല. 3-ാം തീയതി ജില്ലാ കളക്ടർ വിളിച്ച ഉന്നതതല യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, ഇപ്പോൾ ഏത് ചർച്ചയിലാണ് ഇപ്പോൾ ഈ ഒരു വിവരം ധാരണയായിരിക്കുന്നത്? എന്തായാലും സ്വകാര്യ ബസ് പണിമുടക്കിൽ നിന്നും സ്വകാര്യ ബസ് ഉടമകൾ പിൻവാങ്ങിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ചിന്തൂരി, വയനാട്ടിലെ സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ നാളെ നടത്താനിരുന്ന സമരത്തിൽ നിന്നും മാറിയിരിക്കുകയാണ്. മറ്റൊരു ദിവസത്തേക്ക് സമരം മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. ADM-മായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ബസ് ഉടമകൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഉന്നതതല ചർച്ച 3-ാം തീയതി ഉന്നതതല ചർച്ച നടക്കും. അതിനുശേഷം സമരവുമായി മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യം ആലോചിക്കും എന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബത്തേരി താളൂർ, ബത്തേരി മാനന്തവാടി, പുൽപ്പള്ളി മാനന്തവാടി, കോഴിക്കോട് വയനാട്, മാനന്തവാടി കൽപ്പറ്റ, നിലവിൽപ്പുഴ മാനന്തവാടി, വിംസ് ഹോസ്പിറ്റൽ കൽപ്പറ്റ എന്നീ റൂട്ടുകളിൽ KSRTC ബസ്സുകളുടെ സമയം സ്വകാര്യ ബസ്സുകൾക്ക് വലിയ രീതിയിൽ ഒരേ സമയത്ത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് മാറ്റുന്നതിനുള്ള തീരുമാനമെടുക്കും എന്നുള്ളത് ADM ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മാറ്റം വരുത്താൻ, സമരത്തിന്റെ കാര്യത്തിൽ മാറ്റം വരുത്താൻ ഉടമകൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ പ്രിയദർശിനി യാത്രാ സമയത്തിന് ക്രമീകരണം നടത്തും എന്നുള്ള ഉറപ്പാണ് ADM നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇത് മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ പ്രിയദർശിനി സൗജന്യ യാത്രയെ ഇത് മറ്റൊരു രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അതായത് കൃത്യസമയത്ത് ജോലിക്ക് പോകേണ്ട സ്ത്രീകൾക്ക് ഈ സൗകര്യം ലഭിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഈ ചർച്ച പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് ക്രമീകരണം ഏർപ്പെടുത്താൻ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ബസ്സുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തും എന്നുള്ള ഒരു പ്രധാന കാര്യം ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നീ റൂട്ടുകൾ 15-ന് ശേഷം ആരംഭിച്ച പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ സർവീസുകൾ പുനഃപരിശോധിക്കും എന്നുള്ള കാര്യത്തിലും ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ ചാർജ് 3-ന് രാവിലെ 11 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളും കളക്ടറും ചർച്ച നടത്തും എന്നുള്ള ഉറപ്പും ADM നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.